സോ ദ റെഡ്സ് പോഡ്കാസ്റ്റിന്റെ വേൾഡ് കപ്പ് പ്രിവ്യൂ സീരീസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെ ലിവർപൂൾ ഫാൻസിനൊക്കെ ഞങ്ങൾ അറിയാം. ഞങ്ങൾ കഴിഞ്ഞ ഒരു സീസണായിട്ട് ഞങ്ങൾ പോഡ്കാസ്റ്റ് നടത്തി സ്ലോട്ടിനെ പുറത്താക്കിയവരാണ്. അപ്പോ ലിവർപൂൾ ഫാൻസ് അല്ലാത്തവർക്ക് നമുക്ക് നിങ്ങള് എന്താ പറയാ നമ്മുടെ പോഡ്കാസ്റ്റ് കാണുക. ഞങ്ങൾ ആരും എക്സ്പേർട്സ് അല്ല. ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഞങ്ങൾ ഫുട്ബോൾ ഫാൻസ് ആണ്. ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഏകദേശം 25 വർഷത്തെ ഫുട്ബോൾ കണ്ടുള്ള പരിചയമുണ്ട്. അതാണ് ഞങ്ങളുടെ മൂലധനം. അപ്പോ അത് വെച്ച് ഞങ്ങൾ കുറെ പിച്ചും പെയ്യും അവകാശവാദങ്ങളും അനാലിസിസും കുറച്ച് ഫാൻ ബോയ്സും കുറച്ച് ഫെനാറ്റിസിസം ഒക്കെ കാണിക്കും. ഞങ്ങൾ 4 പേരാണ് പൊതുവെ പോഡ്കാസ്റ്റ് ചെയ്യാറ്. ഞങ്ങളുടെ ഗസ്റ്റുകളായ ഇടയ്ക്ക് സ്വരൂപ് വരാറുണ്ട്, അജ്മൽ വരാറുണ്ട്. സോ അതോടൊപ്പം ഈ വേൾഡ് കപ്പ് സീരീസുമായി ബന്ധപ്പെട്ട് ലിവർപൂൾ ഫാൻസ് അല്ലാത്ത ആൾക്കാരും ഇതിനകത്ത് വരും. അപ്പോ ഈ ഒരു സീരീസിന്റെ പേര് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് വേൾഡ് കപ്പ് ഫേവറേറ്റ്സ് എന്നാണ്. അതായത് വേൾഡ് കപ്പ് ജയിക്കാൻ സാധ്യതയുള്ള ടീമുകളും കുറച്ച് ഡാർക്ക് ഹോഴ്സസും കുറച്ച് സർപ്രൈസ് പാക്കേജും ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഓരോ എപ്പിസോഡും ലിവർപൂൾ എന്ന വായിൽ വരുന്നപ്പോഴും ഓരോ എപ്പിസോഡും വേൾഡ് കപ്പ് ഫേവറേറ്റ്സിന്റെ സ്ക്വാഡും ആ സ്ക്വാഡുമായി ബന്ധപ്പെട്ട ചർച്ചകളും അനാലിസിസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ടീമിൽ നിന്ന് എന്ന് നമ്മൾ ചുമ്മാ 4 കൂട്ടുകാർ, ഫുട്ബോൾ പ്രാന്തന്മാരായ കൂട്ടുകാരിന് ചർച്ച ചെയ്യുന്നു. നിങ്ങൾ കേൾക്കുന്നു, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഫസ്റ്റ് എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന, അതൊരു അർജന്റീന ഫാനുകാരനാണെങ്കിലും ഇംഗ്ലണ്ട് ഫാനുകാരനാണെങ്കിലും ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി, ജർമ്മനി ഫാൻ ആണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ബ്രസീലാണ്. സോ നമ്മൾ ബ്രസീലിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രസീൽ ഫേവറേറ്റ്സ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം തന്നെ, തുടക്കത്തിൽ തന്നെ. അപ്പോ ഒരു ചെറിയ ഇൻട്രോയിലൂടെ നമുക്ക് തുടങ്ങാം അല്ലെ? ആദ്യം എന്റെ ഒരു ഹോട്ട് ടേക്ക് ഞാൻ പറയാം. എന്റെ പേഴ്സണൽ വ്യൂ. ഇപ്പൊ ഈ തുടർച്ചയായി നമ്മൾ പോഡ്കാസ്റ്റ്, അതായത് പ്രിവ്യൂ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിന്റെ അനാലിസിസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് മാച്ചസ് കഴിഞ്ഞാൽ നമ്മൾ ആ മാച്ചിന്റെ റിവ്യൂവും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോ തുടക്കം എന്ന രീതിയിൽ ഞാൻ പറയാം, എനിക്ക് ടീമില്ല. അത് ടീമില്ലാത്തത് ഇന്റർനാഷണൽ ഫുട്ബോളിനെ മോശമായി കാണുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, എനിക്ക് ഒരിക്കലും ഒരു ടീമിനോട് ആ ഒരു എന്താ പറയാ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇത് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു ടീമും മോശമായത് കൊണ്ടോ ഒന്നുമല്ല. പ്രണയം എന്ന സാധനം ഹൃദയത്തിൽ നിന്ന് വരണം. അത് വന്നില്ലെങ്കിൽ ചുമ്മാ പേരിന് അറേഞ്ച് മാരേജിന് താല്പര്യമില്ല. അപ്പോ ബ്രസീൽ ഗണേഷ് അർജന്റീന ഫാനാണ്. 3 പൂച്ചകളുമായിട്ട് സുദീപ് ഇരിക്കുന്നുണ്ട്. ഓബിനും എന്നെ പോലെ തന്നെ എന്താ പറയാ, നിഷ്പക്ഷനാണെന്നാണ് എന്റെ വിശ്വാസം, അല്ലെ? അതെ അതെ, ആരോരുമില്ലാണ്ടിരിക്കുന്നു, നിഷ്പക്ഷനാണ്. അപ്പോ കുറച്ച് നെതർലാൻഡ് ഫാൻസ് വരുന്നുണ്ട്, കുറച്ച് ജർമ്മനി ഫാൻസ് വരും, കുറച്ച് ഇംഗ്ലണ്ട് ഫാൻസ് ഒക്കെ വരും. വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ബ്രസീൽ വീണ്ടും പറയുന്നു. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക്, ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഓർമ്മ വരുന്നത് ബ്രസീലാണ്. എസ്പെഷ്യലി നമ്മുടെ ജനറേഷൻ, അല്ലെ? റൊണാൾഡോ 2002 എന്നും ഞങ്ങളുടെ ബാല്യകാലത്തെ എന്നും ഓർമ്മയാണ്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിച്ച ടീം ബ്രസീൽ തന്നെയാണ്. എന്താണ് ബ്രസീലിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമുക്ക് സ്ക്വാഡിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പ്രായമായ പ്രാഗ്മാറ്റിക് ആയ സ്ക്വാഡാണ് എന്നാണ് എൻ്റെ ഒരു പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ്. ഒരു മിനിറ്റ് ക്രിസ്, സ്ക്വാഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ നാട്ടില് ബ്രസീൽ അർജന്റീന ഫാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മളിപ്പോ തന്നെ വേൾഡ് കപ്പിന്റെ ഒരു ജ്വരം എല്ലായിടത്തും കണ്ടു തുടങ്ങി. ഇപ്പൊ തന്നെ പുറത്തൊക്കെ ഈവൻ നാട്ടുമ്പുറങ്ങളിലൂടെ വഴികളിലൂടെ ഒക്കെ പോകുമ്പോ അവിടെ ബാനറുകൾ വന്നു തുടങ്ങി, ബ്രസീലിന്റെ, അർജന്റീനയുടെ.
പോർച്ചുഗലിന്റെ ഇങ്ങനെയുള്ള ടീമുകളുടെ ഒക്കെ ബാനറുകൾ എല്ലാ സ്ഥലത്തും വന്നു തുടങ്ങി. അപ്പൊ ബ്രസീലിന്റെ ഞാൻ ഇപ്പൊ ഇന്ന് ഒരു സ്ഥലത്ത് സൈക്കിൾ ഓടിയപ്പോ അവിടെ ഉണ്ട് ബ്രസീലിന്റെ ബാനറൊക്കെ ആയിട്ടുണ്ട്. അപ്പോ നമ്മുടെ നാട്ടില് കേരളത്തില് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലെ ആൾക്കാർ ഒരുപാട് ആരാധകരുള്ള ടീമാണ് ബ്രസീൽ. മാത്രമല്ല അതിന്റെ ഒരു കാരണം കൂടി ബ്രസീലിന്റെ ആ ഒരു ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പ് ജയിച്ച സമയത്തും ഒക്കെ ആ ഒരു സ്റ്റൈല്, പന്ത് കളിയുടെ രസം എന്ന് എല്ലാവരും വിശേഷിക്കുന്നത് ബ്രസീലിന്റെ സ്റ്റൈലാണ്. ബ്രസീലിന്റെ ആ ഒരു സ്റ്റൈല് കണ്ടിട്ട് ആരാധകരായി മാറിയിട്ടുള്ള ഒരു അനേക ആളുകളുണ്ട്. ഇപ്പോഴും ഇപ്പോ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും ബ്രസീലിന്റെ പഴയ ടീമുകളുടെ കളിയൊക്കെ പറയും. കളി യൂറോപ്യനിസം കയറി വന്നിട്ടാണ് കളി മോശമായത്, ഫുൾ അറ്റാക്ക് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് അങ്ങനെയൊക്കെ കളിക്കുന്ന മനോഹരമായ സാമ്പ നൃത്ത ചുവടുകളിലൂടെ കളിക്കുന്ന ടീമാണ് എന്നൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതിൽ നിന്ന് ഈ അടുത്തൊരു ഭയങ്കര ട്രാൻസിഷൻ വന്നേക്കാം, വേറെ ഒരു യൂറോപ്യൻ സ്വഭാവമൊക്കെ കയറി വന്നിട്ട് കളിയുടെ ഒരു രസമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ബ്രസീലില് നല്ല രസത്തോടെ ബ്രസീലിന്റെ കളി എപ്പോ കാണുമ്പോഴോ ഒരു അഴകുണ്ട്, ഒരു രോമാഞ്ചം തോന്നുന്നുണ്ട്. ട്രിപ്പിൾ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്ലേയേഴ്സ് തുടങ്ങാം. സുദീപ് പറഞ്ഞ പോയിന്റിൽ നിന്ന് സുദീപിലൂടെ തുടങ്ങാം നമുക്ക്. ഫോറിൻ കോച്ച് ആൻസലോട്ടി, അതാണ് ശരിക്കും ബ്രസീലിന്റെ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ വേൾഡ് കപ്പിൽ ഒരുപാട് പേര് വിന്നി അല്ലെങ്കിൽ നെയ്മാർ ഉണ്ട് സ്ക്വാഡില്. സ്ക്വാഡ് ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് ഐ തിങ്ക് ബ്രസീലിന്റെ സ്റ്റാർ ആൻസലോട്ടിയാണ്. കാരണം നോക്കൌട്ട് കോമ്പറ്റീഷൻസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയ കോച്ചാണ്. നമ്മൾ സ്ക്വാഡിനെ അനലൈസ് ചെയ്യുമ്പോൾ ആൻസലോട്ടിനെയും ചേർത്തിട്ട് വേണം സ്ക്വാഡ് അനലൈസ് ചെയ്യാൻ. സാധാരണ ബ്രസീലിനെ പോലെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. സോ സുദീപ് തുടങ്ങിക്കോ. എന്താണ്, സുദീപ് ഒരു ഇറ്റലി ഫാനാണ്, അപ്പോ എന്താണ് ആൻസലോട്ടിയുടെ ബ്രസീലിൽ നിന്ന് സുദീപ് പ്രതീക്ഷിക്കുന്നത്? ഡിഫൻസ്, നല്ല ഡിഫൻസ് ആയിരിക്കും എന്നുള്ളതാണ് ഒന്ന് പ്രധാനമായിട്ടുള്ള പറയണത് കാര്യം. ബ്രസീൽ ഫേമസ് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതിന്, ഒരുപാട് ഗോൾ അടിക്കുന്നതിലാണ്. അതുണ്ടാവും. അതിനൊപ്പം തന്നെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തും കൂടി കളിക്കുന്ന ഒരു ടീമായിരിക്കും ബ്രസീൽ ഇത്തവണ. അങ്ങനെയാണ് ബ്രസീലിന്റെ സ്കോഡൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോ റയൽ മാഡ്രിഡില് നമുക്കറിയാം, അല്ലെങ്കിൽ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആൻസലോട്ടിയുടെ സ്റ്റൈല് ഒക്കെ ആ ഒരു ഡിഫൻസിൽ എന്തായാലും അവിടെ ഒരു ശ്രദ്ധ ഉണ്ട്. അതിന് ഒപ്പം അറ്റാക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിന് ഫ്രീഡം കൊടുത്ത് അവരെ അറ്റാക്ക് ചെയ്ത് കളിപ്പിക്കുക. അപ്പൊ അതിന് പറ്റിയ പ്ലേയേഴ്സും ഒക്കെ ഈ ടീമിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഡിഫൻസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഡിഫൻഡേഴ്സ് ആയിട്ടുള്ളവർ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആൻസലോട്ടിയുടെ ഒരു മെന്റാലിറ്റി തന്നെ കാണാം. നല്ല മുതിർന്ന പ്ലേയേഴ്സ് ആവുമ്പോൾ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും അതിലേക്ക്. അപ്പൊ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ആൻസലോട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ സാധാരണ ബ്രസീലിന്റെ കോച്ച് ബ്രസീലിൽ നിന്നുള്ള ഫോർമർ പ്ലേയേഴ്സോ ബ്രസീലിയൻ കോച്ചുകളാണ് ആവാറ്. എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ആയിട്ടുണ്ടോ പുറത്തുനിന്നുള്ള ഒരാള് ബ്രസീലിന്റെ കോച്ച്? ആദ്യമായിട്ടാണ്. അതെ അതെ. അപ്പൊ ബ്രസീൽ കഴിഞ്ഞ വേൾഡ് കപ്പുകളിൽ ഉണ്ടായ പരാജയവും ആ കുറച്ച് ഇതിന്നൊക്കെ മാറി കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യുന്ന ഒരു അപ്രോച്ചിലേക്കൊക്കെ പോവാനും കൂടിയൊക്കെയാണ് ആൻസലോട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം ചില പ്ലേയേഴ്സിന്റെ അറ്റാക്കിംഗ് ടാലന്റ് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ ആൻസലോട്ടിക്കാണ് സാധിക്കുക എന്നുള്ളത്. കാരണം ഡുങ്കി ആയാലും അത് കഴിഞ്ഞിട്ട് അവരൊക്കെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ഡിഫൻസീവ് അപ്രോച്ചും കളി കാണാൻ ഒരു ഭംഗിയില്ല, രസമില്ല. ബ്രസീലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ഇവിടുത്തെ ആരാധകർ തന്നെ ബ്രസീലിയൻ ഫാൻസ് ഒക്കെ ഒരുപാട് പേര് കളി കാണാൻ ഒരു രസമില്ല, ഒരു വിഷമത്തോടു കൂടിയൊക്കെ ഇരുന്ന് കളി കാണാൻ. ഈ ബ്രസീലിനും റയൽ മാഡ്രിഡിനും ഒരുപാട് സിമിലാരിറ്റീസ് ഇൻ ടേംസ് ഈ കറന്റ് ബ്രസീൽ. അതായത് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്, ഈഗോസ്, അവർക്ക് അവരുടെ ഫുട്ബോൾ കളിക്കണം. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ക്വാഡ്, എസ്പെഷ്യലി ഇപ്പൊ വിനി, നെയ്മാറിനെ പിക്ക് ചെയ്തിട്ടുണ്ട്, റഫീന്യ, പിന്നെ കസമീറോ, കുറച്ച് ഈഗോസ് ഉള്ള ടീമാണ് ബ്രസീൽ. അപ്പോ മെഡ്രിഡിന്റെ സക്സസ് എന്ന് പറയുന്നത് ആൻസലോട്ടി ഈ ഈഗോസിനെ മാനേജ് ചെയ്തുകൊണ്ട് ഹി വൺ തിങ്സ്. സോ വാട്ട് ഡു യു തിങ്ക്? അതായത് ഈ ഒരു ബ്രസീലിയൻ ടീം ഒരു പ്രാഗ്മാറ്റിക് സ്റ്റൈൽ, ഇപ്പം സുദീപ് പറഞ്ഞ പോലെ നമുക്ക് എന്താ സാമ്പ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു എഫക്റ്റീവ് ബ്രസീൽ ആയിരിക്കും ഇത്തവണ കാണാൻ പറ്റുക എന്നുള്ളതാണ് പൊതുവെ എക്സ്പേർട്സ് എല്ലാം പറയുന്നത്. എന്താണ് ഗണേശന്റെ അഭിപ്രായം? അത് കഴിഞ്ഞ് ഓപ്പനും വരാം. ഞാനതില് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ആൻസലോട്ടിക്ക് അറിയാം മറ്റേ വിനീഷ്യസ് ജൂനിയറിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന്. അതുപോലെ തന്നെ റഫീന സെയിം ഫോമിലാണ് ബാർസലോണയിൽ നിന്ന് വരുന്നത്. പിന്നെ ലൈക്ക് 20+ ഗോൾ അടിച്ച ഇഗോർ തിയാഗോ ഉണ്ട്.
സോ ഇവന്മാരെയൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ ആൻസലോട്ടിനെ കൊണ്ട് പറ്റും. എസ്പെഷ്യലി അവര് മുമ്പത്തെ ഈ ഒരു ഇമോഷണൽ തിങ് ഉണ്ട്. കാരണം മുമ്പത്തെ വേൾഡ് കപ്പിലൊന്നും മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഒരു എമോഷണൽ സ്റ്റേജ് അവിടെ ഉണ്ട്. അതൊക്കെ മറികടന്ന് പ്ലേയേഴ്സിനെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ട് റിസൾട്ട്സ് കൊണ്ടുവരാൻ ആൻസലോട്ടിനെ കൊണ്ട് പറ്റും. അതായത് നമുക്ക് മനസ്സിലാക്കാം, ആൻസലോട്ടി പോയ പിന്നെയാണ് റയൽ മാഡ്രിഡിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി തുടങ്ങിയത്. അപ്പൊ ഇത്രത്തോളം ഉള്ള പ്ലേയേഴ്സിനെ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് എത്രത്തോളം UCL അടിച്ചിട്ടുണ്ട്, ലീഗ് അടിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു മാനേജർ ബ്രസീലിന് കിട്ടും എന്ന് പറഞ്ഞാൽ വലിയൊരു പോസിറ്റിവിറ്റിയാണ്. എസ്പെഷ്യലി ഒരു മിക്സ് ആണ് ആക്ച്വലി. ഒരു എന്താ പറയാ, ഒരു യങ് ടാലൻസും ഉണ്ട്, പോരാത്തിന് സീനിയർ പ്ലേയേഴ്സും ഉണ്ട്. സോ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടക്കും, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ നമുക്കറിയാം ആൻസലോട്ടിന്റെ ഡിഫൻസീവ് സെറ്റപ്പ് തന്നെ നന്നായിരിക്കും. ഏജ്ഡ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി അണ്ടർ ആൻസലോട്ടി ദേ മൈറ്റ് ഡു വെൽ. അതാണ് ആൻസലോട്ടിയാണ് ഫാക്ടർ. ബ്രസീൽ ടീമിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും കോച്ചാണ് ഏറ്റവും വലിയൊരു ഇമേജ് ഇപ്പൊ ബ്രസീലിന് വേണ്ടിയിട്ട്. സോ നമ്മളിപ്പോ പലപ്പോഴും പല സമയത്ത് പറയുന്നതാണ് ഈ റയൽ മാഡ്രിഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിഗർ ടീം, ഏതൊരു വലിയൊരു ടീമാണെന്നുണ്ടെങ്കിലും എത്ര ടാലന്റ് ഉണ്ടെങ്കിലും അവര് സക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ അവർക്ക് മേലെ ഉണ്ട്. അത് നമ്മൾ അലക്സ് ഫെർഗൂസന്റെ കാലത്തായാലും ഇപ്പൊ ബെക്കാമിന്റെ കേസും ഒക്കെ വരുമ്പോഴും ഞാനാണ് ഇവിടെ ടോപ്പ് ഡോഗ്, ഞാൻ പറയുന്നത് നീ അനുസരിക്കും, എല്ലാം നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ആ ഒരു അതോറിറ്റേറ്റീവ് സ്റ്റാമ്പ് എടുക്കാൻ പറ്റുന്ന ഒരു മാനേജർ ഉണ്ടാകുമ്പോഴാണ് പ്ലേയേഴ്സ് ഫോളോ ഇറ്റ്. കാരണം വേറെ വഴിയില്ല അവർക്ക്. അത് ഞാൻ വിനീഷ്യസ് ജൂനിയർ ആണ്, ഞാൻ റയൽ മാഡ്രിഡിന്റെ സ്റ്റാർ പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നേ നീ ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന അറിയും. സോ ആ ഒരു ഇമ്പാക്ട് ബ്രസീലിനെ സംബന്ധിച്ചോളം അത്യാവശ്യം വലുതായിരിക്കും ഈ ഒരു വേൾഡ് കപ്പില്. വേറെ ഒരു ബിഗർ ഫാക്ടർ ആൻസലോട്ടി എന്ന് പറയുമ്പോൾ പോലും ഒരു ഫ്രീഡം ഉണ്ട് ആൻസലോട്ടി അണ്ടറിൽ കളിക്കുന്ന ആർക്കായാലും. ഇപ്പോഴത്തെ സോ കോൾഡ് എന്താ പറയാ ഡേറ്റ നേർഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമൈസ്ഡ് ഫുട്ബോൾ ഒന്നും കളിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഉള്ള ബ്രസീലിയൻ പ്ലേയേഴ്സ് സാമ്പ സ്റ്റൈൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പലരും വളരെ ചെറുപ്പത്തിൽ തന്നെ യൂറോപ്പിൽ പോയിട്ട് കളിച്ച് ആ ഒരു സാമ്പ എന്നൊന്നില്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ തന്നതായ ശൈലി പുറത്തെടുക്കാൻ സമ്മതിക്കുന്ന ഒരു മാനേജറാണ്. സോ അതിന്റെ ഒരു അഡ്വാൻറ്റേജും അവർക്ക് കിട്ടാനുണ്ട്. സോ ആൻസലോട്ടി വുഡ് ബി എ കീ ഫാക്ടർ. കാരണം ഞാൻ നോക്കുന്നിടത്തോളം സ്ക്വാഡ് വെച്ച് നോക്കുമ്പോഴും സ്ക്വാഡിലേക്ക് നമുക്ക് പിന്നീട് വരാം, മോർ ഓർ ലെസ് ഒരു സീനിയർ പ്ലേയേഴ്സിനെ വെച്ച് മാനേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂർണമെന്റ് ആയിട്ട് നമ്മളിപ്പം IPL കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ CSK കളിച്ച് ധോണി നെഡറിൽ ചെയ്തിട്ടില്ലേ, ആ ഒരു ടൈപ്പ് സാധനം. എല്ലാവർക്കും എല്ലാ എക്സ്പീരിയൻസും ഉണ്ട്. അത് ആ എക്സ്പീരിയൻസ് വെച്ച് ടാക്ടിക്കൽ ബാറ്റിൽസ് ഓവർകം ചെയ്യാനുള്ള ഐഡിയ ഇത് ഒരുക്കി കൊടുക്കലായിരിക്കും മിക്കവാറും ആൻസലോട്ടി ഈ ഒരു വേൾഡ് കപ്പിൽ ചെയ്യുന്നത്. അവർക്ക് ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിൽ വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല. ബാക്കിയുള്ളവർ അപ്പോ യൂറോപ്യൻ ടീംസ് ചിലപ്പം സ്ട്രഗിൾ ചെയ്യും. കൂളിംഗ് ബ്രേക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ട്രഗിളിങ് ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ഈ ഒരു ചൂട് കണ്ട് ശീലമില്ല. അവര് ഐസിൽ തണുത്ത് വിറച്ച് ഗ്ലൗസ് ഇട്ട് ഒക്കെ കളിക്കുന്ന ടീം പെട്ടെന്ന് ഒരു സമ്മറിൽ വന്നിട്ട് ചൂടത്ത് കളിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറ്റണമെന്നില്ല. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഈ ബ്രസീലിയൻ സ്ക്വാഡ് ഉണ്ടാക്കിയത് തന്നെ. യെസ്. അപ്പോ ഓവറോൾ നമ്മളിപ്പം എല്ലാവർക്കും എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് ആൻസലോട്ടി ഇഫക്റ്റ് ആണ്. ആൻസലോട്ടിയുടെ സ്റ്റൈല് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോർമാറ്റിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സെലക്ട് ചെയ്ത ടീമാണെങ്കിലും എസ്പെഷ്യലി എന്താ പറയാ ട്രാൻസിഷൻസ് ആൻസലോട്ടി എസ്പെഷ്യലി റഫീനിയ ആൻഡ് വിനീഷ്യസ് ജൂനിയർ
വിത്ത് ഇപ്പൊ നമ്മുടെ കുഞ്ഞാണ് നമ്പർ 9 കളിക്കുന്നതെങ്കിൽ പുള്ളി ഡ്രോപ്പായി ഒരു ക്വിക്ക് ട്രാൻസിഷനിൽ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരിക്കും ആൻസലോട്ടി കളിക്കുക. ആൻഡ് ആ ഒരു ഫീച്ചർ ഐ തിങ്ക് ഈ വേൾഡ് കപ്പിന്റെ ഒരു ഫീച്ചർ അതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം സ്പെയിനിന്റെ ഒരു എന്താ പറയാ ഒരു പൊസഷൻ ഫുട്ബോളിന്റെ കാലം മാറിയിട്ട് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലിലാണ് മിക്ക ടീമുകളും ഇത്തവണ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് സ്ക്വാഡ് കണ്ടിട്ട് തോന്നുന്നത്. അതിപ്പോ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറഞ്ഞാലും അതിപ്പം ബ്രസീലിനെ കുറിച്ച് പറഞ്ഞാലും ആ ഒരു ഫ്ലേവർ ആണ് കിട്ടുന്നത്. സുദീപ്, നമുക്ക് സ്ക്വാഡ് ഒന്ന് പറയാം, അപ്പോ നമുക്ക് എന്നിട്ട് അതിലെ കീ പ്ലേയേഴ്സ് ആരാണ് എന്താണ് എന്നുള്ളത് നമുക്ക് അതിലേക്ക് പോവാം. ബ്രസീലിന്റെ സ്ക്വാഡില് സർപ്രൈസ് പാക്കേജുകളുണ്ട്, അതുപോലെ ആരും പ്രതീക്ഷിക്കാന്റെ ചില പ്രതീക്ഷിച്ച പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. സ്ക്വാഡ് വായിക്കാം. ബ്രസീലിന്റെ ഗോൾ കീപ്പേഴ്സ് ഓഫ്കോഴ്സ് ആലിസൺ ഉണ്ട്, നമ്മുടെ ലിവർപൂൾ പ്ലെയർ, പിന്നെ എഡേഴ്സൺ, വെവേർട്ടൻ, ഇവരാണ് ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ളത്. ഡിഫൻഡേഴ്സ് ആയിട്ട് മാർക്കിനോസ്, ഗബ്രിയൽ, ഇവർ രണ്ടുപേരായിരിക്കും സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്സ്. പിന്നെ ബ്രെമർ, ഇബനസ്, ലിയോ പെരേര, ഇവര് സെന്റർ ബാക്സ് ആണ്, ഇവരുണ്ടാവും. പിന്നെ ഡാനിലോ റൈറ്റ് ബാക്ക് കളിക്കാം, സെന്റർ ബാക്കും രണ്ടും കളിക്കും. നമുക്ക് നോക്കാം. അതായത് ഗോൾ കീപ്പേഴ്സിൽ നമുക്ക് ഒന്നും പറയാനില്ല. എവരിബഡി നോസ് ആലിസൺ, എഡേഴ്സൺ. തേർഡ് കീപ്പർ വെവേർട്ടൻ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഗ്രമിയോന്റെ കളി അധികം ഒന്നും കാണാറില്ല, സത്യസന്ധമായി പറയണല്ലോ. അപ്പോ അതിൽ ചർച്ച ചെയ്യാനൊന്നുമില്ല. ആലിസൺ വിൽ ബി നമ്പർ 1. പിന്നെ ലിവർപൂൾ ഫാൻസ് ആയതുകൊണ്ട് നോക്കൌട്ട് എത്തുമ്പോൾ പെനാൽറ്റീസ് എനിക്ക് പേഴ്സണലി ആലിസണിൽ ഒരു വീക്ക്നെസ് കാണുന്നത് പെനാൽറ്റി ഷൂട്ടൌട്ട്സും പെനാൽറ്റി സേവിങ്ങിലുമാണ്. സോ അവിടെ ഇറ്റ് കുഡ് ബിക്കം ട്രിക്കി ഫോർ ആൻചെലോട്ടി. പുള്ളി എന്താണ് ചെയ്യാ എന്ന് നോക്കാം. ഗണേശൻ എന്തോ പറയണോ? പറയാനുണ്ട്. അത് നീ ബ്രസീൽ ഫാൻസിന്റെ നോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഞാനത് എടുത്ത് പറയേണ്ടത്. കാരണം ഞാൻ ആ യെല്ലോ ബ്രസീൽ ജേഴ്സി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മാറും. ഇതാണ് ബ്രസീൽ ഫാൻസിന്റെ നമ്മള് ലിവർപൂൾ ക്ലബിൽ എങ്ങനെ കളിച്ചു എന്ന് അവർക്ക് അറിയേ വേണ്ട. ആ യെല്ലോ ജേഴ്സി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മാറും. പുതിയൊരു പ്ലെയർ ആയിരിക്കും കളിക്കുന്നത്. നമ്മൾ പഴയ റെക്കോർഡൊന്നും കണ്ണുമുന്നിൽ വരുപോലില്ല. അതേ അലിസൺ ചിലപ്പോ 2-3 പെനാൽറ്റി തടുത്തുനിന്ന് വരും, പറയാൻ പറ്റും. സംഭവം ബ്രസീലാണ്, നടക്കും, പറയാൻ പറ്റില്ല. അതാണ് ബ്രസീൽ ഫാൻസ് പൊതുവെ അങ്ങനെയാണ്. ദേ സ്റ്റേ പോസിറ്റീവ്. അവർക്ക് ലീഗിലാണെങ്കിൽ എന്ത് നടന്നു അറിയേണ്ട ആവശ്യമില്ല. ബ്രസീൽ ജേഴ്സി ഇട്ടോ പിന്നെ അവന്മാര് അവരുടെ പുറകെ തന്നെയാണ്. What about defenders? Gabriel especially is coming back after a sad UCL final, but definitely he will start. Second second center back ആയിട്ട് മാർക്കിനിയോസ് ആയിരിക്കും. Of course, one of the best defensive pairing in the World Cup. അതെ ഫിസിക്കൽ ആണ്, നോക്കാനില്ല. എല്ലാം കൊണ്ട് സുദീപ് അടുത്ത വായിക്കാൻ പോകുന്ന ഫുൾ ബാക്സ് ആണ് ഒരു വീക്ക്നെസ് ആയിട്ട് ബ്രസീലിന് നമുക്ക്. അതിലും ഇപ്പം ഗണേശൻ പറഞ്ഞൊരു വലിയ പോയിന്റ് ഉണ്ട്. അതായത് അത് വീക്ക്നെസ് ആയി തോന്നുന്നത് ആ പൊസിഷനിൽ പണ്ട് കളിച്ച കഫു, നിങ്ങൾ റോബർട്ടോ മാർച്ചലോ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തോന്നുന്നതാണ് ശരിക്കും, അല്ലേ? അതെ. പക്ഷെ അതില് ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോ ബ്രസീലിന്റെ കളി കാണുന്ന സമയത്ത് നമ്മൾ അറിയാത്തൊരു പ്ലെയർ പെട്ടെന്ന് കയറി വരിക. അവരാ വേൾഡ് കപ്പിലായിരിക്കും അവരങ്ങോട്ട് ഫയറായി മാറുന്നത്. വേൾഡ് കപ്പ് ആയിരിക്കും അവരെ പുറത്തേക്ക് കൊണ്ടുവരിക. മിക്കവാറും ബ്രസീലിയൻ പ്ലേയേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വേൾഡ് കപ്പാണ്, അല്ലാണ്ട് ക്ലബ് ഫുട്ബോളില് അതൊന്നും ആയിരിക്കില്ല. എല്ലാവരും ആ ഒരു അതുപോലെ ഒരു പ്ലെയർ ഇതിലുണ്ട് ഫുൾ ബാക്സിന്റെ ലിസ്റ്റില്. മറ്റേത് എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് ആണ്. ഓഫ് കോഴ്സ് അലക്സാൻഡ്രോ ആണ് ലെഫ്റ്റ് ബാക്കിലെ ഒരു ചോയ്സ്. പിന്നെ ഡോഗ്ലസ് സാന്റോസ്. അലക്സാൻഡ്രോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ്. പക്ഷെ റൈറ്റ് ബാക്കിലാണ് ഇങ്ങനെ ഒരു പ്ലെയർ ഉള്ളത്, വെസ്ലി ഫ്രാങ്ക എന്ന് പറഞ്ഞ റൈറ്റ് ബാക്ക്, റോമയുടെ റൈറ്റ് ബാക്ക്. ഭയങ്കര അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഫുൾ ബാക്കാണ്. ശരിക്കും കഫൂനെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന പ്ലെയർ ആണ് റൈറ്റ് ബാക്കിൽ വരുന്നത്. റൈറ്റ് വിങ് ബാക്ക് ഒക്കെ ആയിട്ടാണ് അവിടെ കളിക്കുന്നത്. അത് നല്ല സ്പീഡാണ്, ലൈറ്റ്നിങ് സ്പീഡ്, വിഡ്ത്ത് കീപ്പ് ചെയ്ത് പോവും, പന്ത് കൊണ്ട് നന്നായിട്ട് ഓടും, ഡ്രിബിൾ ചെയ്യും, ക്രോസ് ചെയ്യും, എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ. അയാളായിരിക്കും ഈ ഫുൾ ബാക്കിൽ സർപ്രൈസ് ചെയ്ത് വേൾഡ് കപ്പിൽ ഒരു
ഫയറായി മാറാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ഫുൾ ബാക്കിലുള്ള വെസ്ലി ഫ്രാങ്കി ആയിരിക്കും. അപ്പൊ എന്താ ബ്രസീലിയൻ ഫാൻസ് എല്ലാവരും നിങ്ങൾ നോക്കിയിരുന്നോളൂ, വെസ്ലി ഫ്രാങ്ക് ആണ് ആ പ്ലെയറിനെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോളൂ. കൊളംബിയ നമുക്ക് പക്ഷെ കണ്ട് ശീലമുള്ള ഒരു ഫുൾ ബാക്സ് വെച്ച് നോക്കുമ്പോൾ, എസ്പെഷ്യലി ബ്രസീലിയൻ ഫുൾ ബാക്സ് ഒക്കെ പറയുമ്പോൾ നമ്മള് ഒരു മിനിമം സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്തല്ലോ. സോ അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഫുൾ ബാക്സിനെ വെച്ച് നോക്കുമ്പോൾ അത് അലക്സാൻഡ്രോ ആയിരിക്കും മിക്കവാറും ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുക, വെസ്ലി റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതില് ഒരു കാര്യം നോക്കാനുള്ളത് വെച്ചാൽ വെസ്ലി ഈസ് റിയലി യങ്. 90 മിനിറ്റ്സ് ഓടണം എന്ന് പറഞ്ഞാൽ ഓടും, ഒരു ഡൗട്ടും ഇല്ലാണ്ടിരുന്ന് ഓടും. ഓപ്പോസിറ്റ് സൈഡിൽ മിക്കവാറും അലക്സാൻഡ്രോ 34-35 വയസ്സെങ്ങാനായിട്ടുണ്ട്. അവനെ കൊണ്ട് ആ ഒരു സ്റ്റാമിന എന്തായാലും ഉണ്ടാവില്ല, എക്സ്പെഷ്യലി സമ്മറും കൂടിയാണ്. സോ ഒരു ഹയർ ചാൻസ് റൈറ്റ് ബാക്ക് ഫുൾ ഓൺ അറ്റാക്കും ലെഫ്റ്റ് ബാക്ക് കുറച്ചുകൂടെ ടക്ക് ഇൻ ചെയ്ത് ഒരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റിയും കൊടുക്കാനുള്ള പ്ലാൻ ആയിരിക്കണം. കാരണം എക്സ്പെഷ്യലി മുന്നിൽ നിൽക്കുമ്പോൾ വിനീഷ്യസ് ആയിരിക്കും ആ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഉണ്ടാവുക. അപ്പം ആ ഒരു ഫ്ലാങ്ക് എൻറ്റയർലി വിനീഷ്യസിന് വിട്ടുകൊടുത്തിട്ട് കുറച്ചുകൂടെ ആ ലെഫ്റ്റ് ബാക്ക് ഏരിയ അല്ലെങ്കിൽ ആ ഡിഫൻസീവ് ഏരിയ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യൽ മാത്രമായിരിക്കും അലക്സാൻഡ്രോയുടെ മെയിൻ റോള് ഈ ഒരു വേൾഡ് കപ്പില്. അവരെ സംബന്ധിച്ചോളം ലീക്കിൻ ചെയ്യാൻ പാടില്ല ഗോൾസ്. റഫീനിയും വിനിയാണ് വൈഡ് കളിക്കുന്നത്. അപ്പൊ അവർ എത്രത്തോളം ട്രാക്ക് ബാക്ക് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. സോ ഫുൾ ബാക്സ് വിൽ ഹാവ് ഒരു എന്താ പറയാ ഒരു ചാലഞ്ചിങ് റോൾ ആയിരിക്കും. പക്ഷേ സുദീപ് അടുത്ത വായിക്കാൻ പോകുന്ന മിഡ്ഫീൽഡേഴ്സ് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തും. കാരണം വളരെ നല്ല ഡിഫെൻസീവ് മൈൻഡഡ് ആയ മിഡ്ഫീൽഡേഴ്സ് ആണ് സുദീപ്. അതാണ് പറഞ്ഞത്. ഇപ്പോ ആൻസലോട്ടിയുടെ ഒരു കാര്യം പറഞ്ഞു, ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി എന്തായാലും ഉണ്ടാവുന്നില്ല. അപ്പൊ അത് കീപ്പ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലേയേഴ്സ് ഡിഫെൻസീവ് ഇതിൽ എടുത്തിട്ടുണ്ട്. മിഡ്ഫീൽഡേഴ്സ് നോക്കിയാൽ കാസിമിറോ എക്സ്പീരിയൻസ് ആണ്, എക്സ്പീരിയൻസ് മിഡ്ഫീൽഡർ ആണ്. ഫാബീഞ്ഞോ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ ബ്രൂണോ ഗമേരസ് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രൈമിൽ നിൽക്കുന്ന പ്ലെയർ ആണ്. പിന്നെ ഡാനിലോ സാന്റോസ് ഉണ്ട് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട്. ലൂക്കസ് പക്വേറ്റ ഉണ്ട്. ഇതൊക്കെയാണ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ഉണ്ട്, അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലേവറുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അതിൽ നല്ല ഫിസിക്കലി ഇമ്പോസിംഗ് ആയ മിഡ്ഫീൽഡ് ആണ്. ഐ തിങ്ക് അതായിരിക്കും. ഗണേശൻ എന്തോ പറയുന്നത് പറ. ഞാന് ക്രിസ് പറഞ്ഞതിന്റെ ഈ വിങ്ങേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്ത് എത്രത്തോളം നമ്മള് ഇപ്പൊ ലിവർപൂളില് മാനെ സാല എത്രത്തോളം ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഡിയാസ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ലൂയിസ് ഡിയാസ് എത്രത്തോളം ലെഫ്റ്റ് ബാക്കിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു ഹെൽപ്പ് ലെഫ്റ്റ് ബാക്ക് സൈഡിൽ വേണ്ടിയിരുന്നെങ്കിലും ഡെനീലോ കളിക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് സൈഡിൽ എന്തായാലും വേണ്ടി വരും. അലക്സാൻഡ്രോ സ്റ്റിൽ ഗോട്ട് ദ പേസ്, ഡെനീലോ പോലെയല്ല. അപ്പോൾ നല്ലൊരു പ്രോപ്പർ ഇന്റൻസിറ്റിയോടെ കളിക്കുന്ന ഒരു ടീം വന്നു കഴിഞ്ഞാൽ 2 ഫ്ലാങ്കും പൊളിയും ഉറപ്പാണ്. കാരണം ഫസ്റ്റ് മാച്ച് ഐ തിങ്ക് മൊറോക്കോന്റെ കൂടെയാണ്. അപ്പോ അവന്മാരുടെ അടുത്ത് ഈ പേസുള്ള വിങ്ങേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്, ടെക്നിക്കലായിട്ട് കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ ഈ ഏജ്ഡ് ഡിഫൻസ് എന്തായാലും ബുദ്ധിമുട്ടും. അപ്പോ ബെറ്റർ സുദീപ് പറയുന്ന പോലെ വെസ്ലീനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അലോങ് വിത്ത് അലക്സാൻഡ്രോ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടും. ഏതെങ്കിലും ഒരു സൈഡ് ഒരു ഡിഫൻസീവ് ലോഡ് കൊടുത്താൽ മതി. ഏത് അലക്സാൻഡ്രോയുടെ സൈഡ് ഡിഫൻസീവ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വെസ്ലി മര്യാദയ്ക്ക് കളിക്കും. സോ ലൈക്ക് 90 മിനിറ്റ്സ് കളിക്കാനുള്ള വകുപ്പ് എന്തായാലും ആ ഭാഗത്തുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ മിഡ്ഫീൽഡ് വരുമ്പോൾ നല്ല സ്ട്രെങ്ത് എന്ന് വേണം പറയാൻ, അലോങ് വിത്ത് സീനിയോറിറ്റി. ഇപ്പൊ കസമീറോ ഉണ്ട്, പിന്നെ നമ്മുടെ മറ്റേ ഗോമരാഷ് ഉണ്ട്. ലൈക്ക് എന്താ പറയാ, ലൈക്ക് എന്താ പറയാ, സീനിയോറിറ്റി ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് സ്ട്രെങ്ത്. സോ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ലൂക്കസ് പാക്കറ്റ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എത്തി കഴിഞ്ഞാൽ ആള് പ്രീമിയർ ലീഗൊക്കെ വിട്ടിട്ട് നാട്ടിൽ തന്നെ പോയിട്ട് കളിക്കുകയാണ്. അപ്പൊ ആ ഒരു സാമ്പ സ്റ്റൈല് ആരെയും എക്സ്പെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കസ് പാക്കറ്റ് തന്നെ ആയിരിക്കും. സോ ഈ മറ്റേ ഡിഫൻഡേഴ്സിന്റെ പുറകെ നിന്ന് ഷോൾഡറിൽ നിന്ന് ഓടുന്ന സ്ട്രൈക്കർ അവർക്ക് ഓൾറെഡി ഉണ്ട്. സോ അവരെയൊക്കെ പിക്ക് ചെയ്യാൻ ഈ പാക്കറ്റിനെ കൊണ്ട് പറ്റും. ഈസ് എ റിയലി ഗുഡ് പാസിംഗ് പ്ലെയർ. സോ അങ്ങനെ പറയുമ്പോൾ വെൽ ബാലൻസ്ഡ് മിഡ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഒരു വിട്ട് കൊടുത്ത് കളിച്ചു കഴിഞ്ഞാൽ
അടിപൊളിയായിട്ട് കളിക്കും. ലൈക്ക് ഇവർക്കിപ്പോ ബാക്കപ്പ് വരികയാണെങ്കിൽ ഫെബീനിയോ ഉണ്ട്. ആൻഡ് എന്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആണ് മിഡ്ഫീൽഡിൽ ഉള്ളത് തന്നെ. എനിക്ക് ആളെ കളിപ്പിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഡാനിലോ സാന്റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ഉണ്ട്. പനാമയുടെ കൂടെ ഞാൻ കളി കണ്ടു. ലൈക്ക് അടിപൊളി പ്രോപ്പർ സാമ്പ പ്ലെയർ. സോ യങ് ഏജ് ആണ്, 21 വയസ്സോ 20 വയസ്സോ മറ്റേ ആയിട്ടുള്ളൂ. സോ ലൈക്ക് ഒരു സബായിട്ടെങ്കിലും ഒരു 63-65 ശേഷം കളിപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാം. ഈ സ്കോഡ് എ ബ്യൂട്ടിഫുൾ ഗോൾ ആക്ച്വലി. ലൈക്ക് എന്താ പറയാ, ഗോൾ കീപ്പറിനെയൊക്കെ മറിച്ച് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ. സോ മിഡ്ഫീൽഡ് ഒരു പ്രോപ്പർ മിക്സ് ആണ്. യങ് ഗൺസ് ഉണ്ട് വിത്ത് സീനിയർ പ്ലേയേഴ്സ്. സോ അവർക്ക് സീനിയർ പ്ലേയേഴ്സ് ഗൈഡ് ചെയ്യാനും പറ്റും. ഇവർക്ക് കുറെ ലേണിംഗ് പ്രോസസ് ഉണ്ട്. അടുത്തൊരു വേൾഡ് കപ്പിന് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകാനും പറ്റും. ഫെബീനിയോ ഉണ്ട്. നമ്മൾ കണ്ടതാണ് ഫെബീനിയോ എങ്ങനെ കളിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യമില്ല. സോ ഫുൾ ത്രോട്ടിൽ കളിക്കാൻ പറ്റും. സബ്സ് പ്രോപ്പർ ആയിട്ടുണ്ട്. 5 സബ്സിന് ഇറക്കാൻ പറ്റും. ഫുൾ ത്രോട്ടിൽ കളിക്കാൻ പറ്റും. ബാക്കിയുള്ള അറ്റാക്കിനെ കുറിച്ച് പറയാൻ വേണ്ട, നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് നമുക്കറിയാം. സോ നമുക്കത് എന്താ പറയാ, എലൈറ്റ് അറ്റാക്കിംഗ് ആണ് ബ്രസീൽ ഇപ്രാവശ്യം ഉള്ളത്. മുമ്പത്തെ തവണയൊക്കെ വെച്ച് നോക്കുമ്പോൾ എലൈറ്റ്. ഇതിനപ്പുറം ഒന്നുമില്ല. ലൈക് ദേ ഹാവ് ഇൻഫോം പ്ലേയേഴ്സ്. ഇൻഫോം പ്ലേയേഴ്സ് ആണ്. ലൈക് വിനീഷ്യസ് ജൂനിയർ, റഫീനിയ, പിന്നെ ഇഗോർ തിയാഗോ ഉണ്ട്. അങ്ങനെ പേരുകൾ വായിക്കാം. ഫോർവേഡ് ആയിട്ടുള്ള സ്ക്വാഡിൽ നെയ്മർ ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, ഗബ്രിയൽ മാർട്ടിനെല്ലി ഉണ്ട്. ഗണേശൻ അർജന്റീന ഫാനാന്ന് മറന്നു പോകുന്നു. പിന്നെ റയാൻ ഉണ്ട്, ലൂയിസ് എൻറിക്കെ, മാത്യൂസ് കുഞ്ഞ, ഇഗർ തിയാഗോ, ഇവരൊക്കെയാണ് ഫോർവേഡ്സ് ആയിട്ടുള്ളത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാം, ഇപ്പൊ ഗണേശ് നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇവരൊക്കെ കളി കാണാൻ പറ്റുമോ എന്നുള്ളത്. കാണാൻ നല്ല സാധ്യതയുണ്ട്. ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യത്തെ 2 മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നല്ല പൊസിഷനിലാണെങ്കിൽ ചിലപ്പോ ചെറിയ ടീം ഉണ്ടാവുമല്ലോ ഈ വേൾഡ് കപ്പ്, എന്തായാലും സാധ്യതയുണ്ട് കാണാൻ. ഇതാണ് ഫോർവേഡ്സിനെ കുറിച്ച്. ഫോർവേഡ്സിനെ കുറിച്ച് നമുക്ക് ഒരു പ്രത്യേക സെക്ഷൻ വിനിയാണ് ശരിക്കും. ഇത് ശരിക്കും ബ്രസീൽ സ്ക്വാഡ് നെയ്മാർ ഉണ്ടെങ്കിൽ പോലും ഐ തിങ്ക് ദിസ് ഇസ് വിനീസ് വേൾഡ് കപ്പ്. ഇപ്പം ഹി ഈസ് ദ സ്റ്റാർ ഓഫ് ദ ടീം. അതിനകത്ത് നമ്മളിപ്പം ആര് വന്നില്ല എന്ന് പറഞ്ഞാലും കുഞ്ഞ എല്ലാവരും സപ്പോർട്ടിങ് ആക്ടർ ആണെങ്കിലും ഐ തിങ്ക് ഒരു ആൻസലോട്ടി അപ്പോയിന്റ്മെന്റും ഇസ് ഓൾസോ അബൌട്ട് ഹൗ ഹി യൂസ്ഡ് വിനി ഇൻ മെഡ്രിഡ്. അപ്പോ വിനി ഒരു വേൾഡ് സ്റ്റേജിൽ വരുന്നു. ഹി ക്യാൻ എന്താ പറയാ, ഹി ക്യാൻ ബി ദ സ്റ്റാർ ഓഫ് ദ വേൾഡ് കപ്പ് ഇഫ് ബ്രസീൽ ഗോ ഡീപ്പ് അല്ലേ. ഇറ്റ് വിൽ ബി ഓൾ അബൌട്ട് ഹൗ ഓപ്പോസിഷൻ ഹാൻഡിൽസ് വിനി ആൻഡ് ഹൗ നമ്മൾ ഈ പറഞ്ഞ റഫീനിയ, ബാസ ഫാൻസ് ഉണ്ടെങ്കിൽ ഐ എം നോട്ട് റഫീനിയയുടെ എന്താ പറയാ ക്വാളിറ്റിയെ കുറച്ച് കാണുന്നല്ല. ബട്ട് എന്റെ വ്യൂ എന്താന്ന് വെച്ചാൽ ദ ഫോർവേഡ് ലൈൻ വിൽ ബി അബൌട്ട് വിനി ആൻഡ് എവറിബഡി എൽസ് കമ്മിങ് അറൌണ്ട് ആൻഡ് യുനോ ഹെൽപ്പിംഗ് ഔട്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആയിരിക്കും. സോ ഇതിൽ തന്നെ ഇപ്പം ഇഗോർ തിയാഗോ ടീമിലുണ്ടെങ്കിലും ഐ തിങ്ക് മാറ്റേസ് കുനിയ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ആ ഒരു ട്രാക്ക് ബാക്ക് അല്ലെങ്കിൽ എന്താ ഒരു ഫോൾസ് 9 പോലെ വന്നിട്ട് വിനീഷ്യസിന് കട്ടിൻ ചെയ്യാനുള്ള എല്ലാ സ്പേസും കൊടുക്കാനും നല്ല സാധ്യതയുണ്ട്. സോ അതേപോലെ തന്നെ റഫീനിയനെ മറ്റേ സൈഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ബോത്ത് പ്ലേയേഴ്സ്. നമ്മള് എന്താ പറയുക, 2 പേർക്കും കട്ടിൻ ചെയ്യാൻ പറ്റും, സ്കോറിങ് ചെയ്യാൻ പറ്റും. കുഞ്ഞ ക്യാൻ ആക്ച്വലി ലിങ്ക് വിത്ത് ഈതർ. 2 സൈഡിലേക്കും ഒരുപോലെ മാറി നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു ഫോർമേഷനിലേക്ക് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ്ങിൽ പോവുക. പിന്നെ ഇവര് ഗോൾ ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു പാക്വറ്റിനെയോ അല്ലെങ്കിൽ ബ്രൂണോ ഗിമാരസിനെ മാറ്റിയിട്ട് ദേ ക്യാൻ ബ്രിങ് ഇൻ ഇഗോർ തിയാഗോ. അപ്പൊ ഒരു 4-2-3-1 പോലെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 ഫ്രണ്ട് ഫോറിന് ഒരുമിച്ച് ലിങ്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഫ്ലെക്സിബിൾ പ്ലേയേഴ്സ്. അപ്പം ആ ഒരു ബിഗ് ഫാക്ടറാണ് അവർക്ക് വിത്തിൻ ദ ടീം മാറാൻ പറ്റുമെന്നുള്ളത്. ഒരു സിംഗിൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് കംപ്ലീറ്റ് ഫോർമേഷനും പ്ലേയിങ് സ്റ്റൈലും ഒരുമിച്ച് മാറ്റാൻ പറ്റും. അതും ഇതുപോലെ തന്നെ ഇപ്പം വയസ്സായവരെ മാറണമെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാമിന ഫെറ്റീഗ് ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും.
റയാനെ പോലൊക്കെ ആണെങ്കിൽ റയാൻ ഇസ് 19, എൻഡ്രിക് ഇസ് 19. ഫാന്റാസ്റ്റിക് സീസൺ ക്ലബ് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സലന്റ് സീസൺ ഫ്രഞ്ച് ലീഗ്. സോ ആ ഒരു എന്താ പറയാ, റയൽ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 16 വയസ്സിലെങ്ങാനും ജോയിൻ ചെയ്തിട്ട് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു എൻട്രിക്ക് ആ ഒരു നിലയിൽ നിന്ന് ഇപ്പം വളരെയധികം മെച്ചൂർഡ് ആയിട്ടുണ്ട്. സോ ആ ഒരു ട്രാൻസിഷൻ ഇപ്പം അവർക്ക് ഒരു ഫ്രഷ് ഫേസ് വേണം, അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പല പ്ലേയേഴ്സിനെയും പിച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും, who will give better dimensions. And then there is obviously Neymar. ഒരു 90 മിനിറ്റ്സ് ഒന്നും കളിക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല ഈ സീസണില്. ഇഞ്ചുറി അങ്ങനെയാണ്. ബട്ട് ഇപ്പം അവർക്കൊരു ഗോള് വേണം, അല്ലെങ്കിൽ അവർക്ക് ഒരു എനർജി വേണം, ഉണർവ് വേണമെന്നുണ്ടെങ്കിൽ ബ്രിങ് ഇൻ നെയ്മർ ഫോർ ദ ലാസ്റ്റ് 20 minutes. ആക്ച്വലി ഐ ഹാവ് എ തിയറി. എനിക്ക് ഈ നെയ്മാർ ഇൻക്ലൂഷനിൽ എന്റെ ഒരു തിയറിയാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അല്പം വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഈ കസമീറും നമ്മുടെ ആലിസണും അല്ലാതെ സീനിയർ പ്ലേയേഴ്സ് അല്ലാതെ ബാക്കി എല്ലാവരും നെയ്മാറിനെ ഹീറോ വേർഷിപ്പ് ചെയ്ത് ടീമിൽ വന്നവരാണ്. They see him as one of their idols, like Neymar has not won anything for Brazil, but still he is the last. വിനിക്ക് മുമ്പ് he is the biggest name. അപ്പോ എനിക്ക് തോന്നുന്നത് നെയ്മാറിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുള്ളിയുടെ ഇറാറ്റിക് നേച്ചർ എല്ലാവർക്കും അറിയാം. He is an excellent, one of the world's most exciting footballers even now. ബ്രസീലറോടെ ലാസ്റ്റ് സീസൺ കണ്ടാൽ അറിയാം, he did very well actually. ഇഞ്ചുറി കാഫ് ഇഷ്യൂ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അവിടെ ഐ തിങ്ക് ആൻസലോട്ടിന്റെ ഒരു എന്താ പറയാ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയി മാറാൻ സാധ്യതയുള്ള ഒരു മൂവ് ആണ്. ബിക്കോസ് when Neymar talks, everybody will listen. ഈ ഒരു ടൂർണമെന്റിലെ ക്രിട്ടിക്കലായി വരുന്ന, സപ്പോസ് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു, അപ്പൊ നെയ്മാർ അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ മോർ ദാൻ എ പ്ലെയർ, നെയ്മാറിന്റെ പ്രസൻസ്, എസ്പെഷ്യലി പ്ലെയേഴ്സ് ലൈക്ക് എൻഡ്രിക് ആൻഡ് യങ് പ്ലെയേഴ്സ് സ്ക്വാഡിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് പേരുകളിൽ വെച്ച് അവർ നോക്കുമ്പോൾ ദേ ലുക്ക് അറ്റ് ഹിം ആസ് എ ഗോഡ് ആക്ച്വലി. അപ്പോ അവിടെ നെയ്മാറിന് ഒരു 20 മിനിറ്റ് ഓൺ ദ പിച്ചും, മോർ ഇമ്പോർട്ടന്റ്ലി ആ അറ്റ്മോസ്ഫിയറിൽ നെയ്മാറിന് ഒരു എന്താ പറയാ ഒരു കിട്ടുന്ന ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, അത് ആൻസലോട്ടിക്ക് മാത്രമേ മാനേജ് ചെയ്യാനും പറ്റുള്ളൂ. ബിക്കോസ് ഈസ് ഗുഡ് അറ്റ് ഇറ്റ്. അതൊന്ന്. രണ്ടാമത്തത്, ഉള്ളിന്റെ ഉള്ളിൽ വിൻ ഇറ്റ് ഫോർ നെയ്മാർ എന്നുള്ള ഒരു എലിമെന്റും കയറും. വേർ he has won everything. He has won in club football, എല്ലാം ചെയ്തു. He's a global star, but he has not won the big prize. ബ്രസീലിൽ എപ്പോഴും ബിഗ് പ്രൈസ് കിട്ടാത്തത് ഒരു കുറവായി കാണുമ്പോൾ നെയ്മാറിന് വേണ്ടി ജയിക്കുക, മേക്ക് ഇറ്റ് അബൌട്ട് ഒരു കോമൺ കോസിലേക്ക് സ്ക്വാഡിനെ കൊണ്ടുവരാൻ നെയ്മാറിന്റെ പ്രസൻസ് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓൺ ദ പിച്ച് ഐ എം എക്സ്പെക്ടിങ് ഹിം ഓൺലി ടു പ്ലേ. പ്രോബബ്ലി എന്താ പറയാ, ഒരു വിനീനെ കയറ്റുമ്പോൾ പ്രോബബ്ലി ലിഫ്റ്റ് ദ ക്രൗഡ് or something like that. But I think more than on the pitch, Neymar has been picked to be the north star of the team. The pitch leader. Yeah, ഒരു ലീഡർ, അതന്നെ, ഓഫ് ദ പിച്ച് ലീഡർ. എന്താണ് സുദീപിന് പറയാനുള്ളത്? ഇല്ല, എനിക്ക് അങ്ങനെയല്ല തോന്നണേ. എനിക്ക് തോന്നണത് നെയ്മാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ എടുത്തേക്കണത്. അത് പക്ഷേ നെയ്മാറിന്റെ റോള് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നെയ്മാർ കളിക്കാൻ പോകുന്നത് ഇപ്പൊ അറിയാം, ഒരു പ്രോപ്പർ നമ്പർ 9 വെച്ചിട്ടല്ല ബ്രസീൽ കളിക്കാൻ പോകുന്നത്. കുഞ്ഞായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, തികായോഗ ആയിരിക്കില്ല. കുഞ്ഞ പ്രസ് ചെയ്തും അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങിയൊക്കെ ആയിരിക്കും കളിക്കുക. എനിക്ക് തോന്നുന്നത് റയൽ മാഡ്രിഡില് ജൂഡ് ബെല്ലിംഗത്തിനെ വെച്ച് ഇതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു ആൻസലോട്ടി. ബെല്ലിംഗം ഒരുപാട് ബോക്സിൽ നിന്ന് കയറി ഓടി വന്ന് ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു പൊസിഷനിൽ ബെല്ലിംഗം കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കും നെയ്മാറിന്റെ റോൾ ഇവിടെ വരിക. നെയ്മാർ ആയിരിക്കും ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ടീമിന്റെ. അവിടെ വെച്ച് ബോള് ഡ്രിബിൾ ചെയ്തും ഇതൊക്കെ ആയിട്ട് വിനീഷ്യസിനെ, അതുപോലെ കുഞ്ഞായാലും അപ്പുറത്ത് റാഫീനിയ, ഇവരെയൊക്കെ പ്ലേയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കണക്ഷൻ ആയിട്ടായിരിക്കും മിക്കവാറും നെയ്മാർ കളിക്കാൻ സാധ്യത. നെയ്മാർ അതായത് ലെഫ്റ്റ് സൈഡിൽ വിനീഷ്യസിന് പകരം അവിടെ കളിക്കാൻ മാർട്ടിനെല്ലി ഓൾറെഡി സ്ക്വാഡിലുണ്ട്. അവിടെയല്ല, ബാക്കപ്പ് അല്ല, ഇവിടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിന്റെ താഴെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പൊസിഷനിലായിരിക്കും നെയ്മർ. പ്രോപ്പർ ഒരു വിങ്ങിലും ആയിരിക്കില്ല, ഫോർവേഡും ആയിരിക്കില്ല, ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. അവിടെ അങ്ങനെയായിരിക്കും നെയ്മർ കളിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ
നെയ്മാറിന്റെ കൂടെ അല്ലെങ്കിൽ ബാക്കിൽ കളിക്കാനായിരിക്കും. മീൻസ് ഇപ്പൊ തുടക്കത്തിൽ ഇഞ്ചുറിയാണ് നെയ്മാർക്ക്, അത് കാരണമാണ് അവിടെ പെക്വേറ്റ കളിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അവിടെ നെയ്മാർ ആയിരിക്കും കളിക്കുക. കാരണം ഓൾറെഡി സ്ട്രോങ് ഡിഫൻസ് അവിടെ 2 മിഡ്ഫീൽഡേഴ്സ് ഇറങ്ങി കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ഇതായിരിക്കും കളിക്കാൻ സാധ്യത എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. ബ്രസീലിന് നെയ്മാർ ഫാൻസ് ഉണ്ടെങ്കിൽ ഹോപ്പ് വിടണ്ട, ബെഞ്ചിലൊന്നും ആയിരിക്കില്ല, കളിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും റെഡി ആയിട്ടിരുന്നോളൂ. നെയ്മാർ, വിനീഷ്യസ് ജൂനിയർ, റാഫീനിയ ഇവരൊക്കെ കൂടിയിട്ടുള്ളൊരു സാമ്പ ഡാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം. എന്താണ് ഗണേശന്റെ അഭിപ്രായം? അതെ അല്ല ഞാൻ ഓർക്കുന്നത് ലൈക് നെയ്മറിന്റെ പല കളിയുടെ ഹൈലൈറ്റ്സും കാണാറുണ്ട്. ബ്രസീലില് എങ്ങനെ കളിക്കുന്നത് നോക്കിയിട്ട് ആൾക്കൊരു ഒരു ഹെവി ചാലഞ്ച് അത് താങ്ങാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ആളുടെ കാഫ് മസിൽ ഉള്ളത്. മേ ബി ഒന്ന് ചാലഞ്ച് ചെയ്തില്ലെങ്കിൽ പോലും അധിക നേരം കളിക്കാൻ പറ്റില്ല. ഈ ഫെറ്റീഗ് എന്ന് പറഞ്ഞ കാര്യം നേരത്തെ തന്നെ വരും ബിക്കോസ് ഓഫ് ദ മസിൽ ഇഞ്ചറി. മസിൽ ഇഞ്ചറി ഇങ്ങനെ റെക്കറായി വരികയാണ്. അപ്പം ക്രിസ് പറയുന്ന പോലെ പ്യുവർലി ഒരു സീനിയോറിറ്റി ബേസിസിൽ മേ ബി എടുത്തതായിരിക്കാം, ആ ഒരു വൈബിന് വേണ്ടിയിട്ട്. ലൈക് ഡു ഇറ്റ് ഫോർ നെയ്മർ എന്ന് പറയുന്ന പോലെ ആ ഒരു വൈബിന് വേണ്ടി ഇറക്കാം. മേ ബി ലൈക് സെക്കൻഡ് ഹാഫില് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അങ്ങനെ കളിപ്പിക്കുന്ന പോലെ ആയിരിക്കണം ടാക്ടിക്സ് എന്നല്ലാതെ ഇല്ലെങ്കിൽ ഗെയിം കൈവിട്ടു പോകും, ഉറപ്പാണ്. പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ മിഡ്ഫീൽഡേഴ്സിനൊക്കെ കയറ്റിയിട്ട് അറ്റാക്കേഴ്സിനെ ഇറക്കണം, അറ്റാക്കേഴ്സിനെ കുറച്ച് ഓവർലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രഷറിൽ ഒന്നും ഏർലി സ്റ്റേജസിൽ എന്തായാലും പോവാൻ ബ്രസീലിന് താല്പര്യം ഉണ്ടാവില്ല. എസ്പെഷ്യലി അവരുടെ നോർത്ത് അമേരിക്കയിൽ കളിക്കുന്ന പോലെ ഒരു ട്രാവലിംഗ് ഫാൻസ് ഒരുപാട് പേരുണ്ടാവും. ഹോം ഗ്രൗണ്ട് പോലെ അവർക്ക് ഫീൽ ഉണ്ടാവും എന്തായാലും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നെയ്മറെ കളിപ്പിച്ചില്ലെങ്കിലും ഇഷ്യൂ ആണ്. അപ്പോ സെക്കൻഡ് ഹാഫിൽ ഒരു 20 മിനിറ്റ്സ് നമ്മൾ പണ്ട് കാലത്ത് ബ്രസീലിന് ജയിച്ചു നിൽക്കുമ്പോൾ ഈ ഡെനിൽസനെ ഇറക്കി വിടും. പോയി ടൈം വേസ്റ്റ് ചെയ്തിട്ട് വേണം 4-5 പേരെ ഡ്രിബിൾ ചെയ്ത് മറക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കോർണർ ഫ്ലാഗിന്റെ അടുത്തൊക്കെ പോയിട്ട് ഡ്രിബിൾ ചെയ്ത് ഒരുത്തരും ബോൾ കൊടുക്കില്ല, അമ്മാതിരി ഡ്രിബിളിംഗ് ആയിരിക്കും. അതിന് മാത്രം വേണ്ടി ഡെനിൽസനെ ഇറക്കും. ആ ഒരു സ്റ്റാർ വാല്യൂ ആയിട്ട് ആ ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സ് ഗെയിം സീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നെയ്മറിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. മേ ബി ലൈക്ക് ഡ്രോയിൽ ഉണ്ടാകുമ്പോഴെങ്കിലും ദർ ഇസ് എ ചാൻസ്. ഇപ്പൊ ഒബിൻ പറയുന്ന പോലെ മിഡ്ഫീൽഡേഴ്സിനെ ഒരാളെ വലിച്ചിട്ട് ഇഗോർ തിയാഗോനെ ഇറക്കുമ്പോൾ ആ വലിക്കുന്ന ആൾ മേ ബി മോസ്റ്റ്ലി കസമീറോനെ ആയിരിക്കും. ബ്രൂണോ ഗിമറേഷ് എന്തായാലും ആ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. അപ്പോ ലൂക്കസ് പാക്കറ്റ് ഉണ്ടാവും, ഒരു ഫ്രണ്ട് ഫോർ ആയിട്ട് കുനിയ ഉണ്ടാവും, വിനീഷ്യസ് ജൂനിയർ ഉണ്ടാവും, റഫീനി ഉണ്ടാവും, അതിന് കൂടെ ഇഗോർ തിയാഗോ ഉണ്ടാവും. നമുക്ക് കട്ടിങ് ചെയ്ത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇഗോർ തിയാഗോ ഈസ് ഹ്യൂജ്. ടാർഗറ്റ് മാൻ ആയിട്ട് കളിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് കളിക്കാം. ഹി ക്യാൻ ഡു ദ ടെക്കേഴ്സ് ഓൾസോ. സോ അങ്ങനെ വരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ റഫീനിയക്ക് ടയർഡാണെങ്കിൽ എൻഡ്രിക്കിനെ ഇറക്കാം, അല്ലെങ്കിൽ റയനെ ഇറക്കാം. റയൻ ക്യാൻ പ്ലേ ലെഫ്റ്റ് വിങ് ഓൾസോ. നമ്മൾ ബോൺമൗത്തിൽ കണ്ടാണ് ലെഫ്റ്റ് വിങ്ങിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട് റയന്റെ ഡിഫെൻസീവ് ഹെൽപ്പ് ടാക്ടിക്സ് ഡിഫെൻസീവ് സൈഡ് ഒക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്, ലൈക്ക് ബോൺമൗത്തിൽ കണ്ടത്. അപ്പോ ഞാൻ പറയുന്ന പോലെ എലൈറ്റ് ആണ് അറ്റാക്കിങ് ഇത്. അപ്പൊ നെയ്മറിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഹി വോണ്ട് സ്റ്റാർട്ട് എനി ഗെയിം. സത്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ആണ് നെയ്മർ ആക്ച്വലി. വാട്ട് ഐ ഫീൽ, അതായത് സ്ക്വാഡ് അനൗൺസ്മെന്റിൽ തന്നെ ദ കൈൻഡ് ഓഫ് ബസ് ഇറ്റ് ക്രിയേറ്റഡ്. അതായത് മറ്റു എല്ലാ ടീമിലും പ്ലേയേഴ്സിനെ എടുക്കാത്ത നെഗറ്റിവിറ്റി ആണെങ്കിൽ ഇവിടെ നെയ്മർ സ്ക്വാഡിലുണ്ട്. ദാറ്റ് വാസ് ദ ഹെഡ്ലൈൻ. അതിനൊരു തേർഡ് ഗോൾ കീപ്പറിന്റെ പേര് ആൻസലോട്ടി റീഡ് ചെയ്തില്ല, ബട്ട് ഹി വാസ് ഹാപ്പി നെയ്മറിനെ സെലക്ട് ചെയ്തത്. അത് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. 37 വയസ്സായ വെവർട്ടൺ എടുത്തു. ഈ ഗോൾ കീപ്പർ യങ് ആണ്, ലൈക്ക് ഐ തിങ്ക് ഫ്ലമിംഗോ സംതിങ് ആണ് ആ കീപ്പർ. അപ്പോ അവനെ സെലക്ട് ചെയ്തില്ല, ബട്ട് ഹി വാസ് വെരി ഹാപ്പി വെൻ നെയ്മർ ഗോട്ട് സെലക്ടഡ്. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് എല്ലാവർക്കും ഉള്ളത്. സോ ഒരു ടീമിലെ ഒരു മെന്റർ എന്ന പോലെ കൊണ്ടുപോകണം. ധോണി ഇപ്പൊ CSK ധോണി പോകുന്ന പോലെ സെയിം തിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ക്യാൻ പിച്ച് ഇൻ വെൻ കോച്ച് കളിക്കാൻ പറഞ്ഞാൽ കളിക്കാൻ എന്നുള്ള രീതിയിൽ പോവാണ്, വേറൊന്നുമല്ല. യെസ്, ഐ തിങ്ക് നമുക്ക് ബ്രസീലിന്റെ ഗ്രൂപ്പ് നോക്കാം. ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണ് അവര്? സിയ, ഗ്രൂപ്പ് സി. സുദീപ് എന്താണ് ഗ്രൂപ്പ്? ഗ്രൂപ്പ് ഈസി ഗ്രൂപ്പാണ്. മൊറോക്കോ, ഹൈറ്റി, സ്കോട്ട്ലൻഡ് ഇവരാണ് ഗ്രൂപ്പിലുള്ളത്. എല്ലാം
ജയിക്കാൻ പറ്റുന്ന മാച്ചുകളാണ്. മൊറോക്കോ മാത്രമായിരിക്കും ഒരു ടഫ് മാച്ച് വരുന്നത്. അതാണ് ആദ്യത്തെ മാച്ച്. അപ്പൊ അതങ്ങോട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഹൈറ്റിയുടെ അടുത്ത് പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടും. അത് കഴിഞ്ഞ് സ്കോട്ട്ലൻഡിനെതിരെ വീണ്ടും സ്ട്രോങ് ടീമിനെ വേണമെങ്കിൽ ഇറക്കാം. ഒരു ഈസി ആയിട്ട് അവർക്ക് 9 പോയിന്റ്സ് വെച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും ബ്രസീലിന് ഗ്രൂപ്പ് സ്റ്റേജിൽ. മൊറോക്കോ നമുക്കറിയാം ആഫ്രിക്കൻ നാഷൻസ് ചാമ്പ്യൻസ് ആണ്. സെനഗലായിട്ടുള്ള മത്സരം ഫേമസ് ആണല്ലോ. കപ്പ് തിരിച്ചു കൊടുത്തിട്ടില്ല കപ്പൊന്നും. അപ്പൊ എന്തായാലും ചാമ്പ്യൻസ് അല്ല, എന്തായാലും അവര് നല്ല ടീമാണെന്നുള്ളത് തീരുമാനമാണ്. അവര് നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്. പക്ഷെ അപ്പോ ഈ ബ്രസീലിന്റെ അടുത്ത് പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാൻ സാധ്യതയില്ല. ബ്രസീൽ 3 കളിയും ജയിച്ച് ക്വാളിഫൈ ചെയ്യാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. അതായത് ഈ വേൾഡ് കപ്പ് ശരിക്കും ബിഗ്ഗസ്റ്റ് വേൾഡ് കപ്പാണ്. എല്ലാ ടീമും ഉണ്ട്, നമ്മൾ കേൾക്കാത്ത രാജ്യങ്ങൾ വരെ ഉണ്ട്. സോ ഗ്രൂപ്പ് സ്റ്റേജ് ഐ ഡോണ്ട് തിങ്ക് വിൽ ബി എ പ്രോബ്ലം ഫോർ മോസ്റ്റ് നമ്മളിപ്പോ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ടീംസിന് ഗ്രൂപ്പ് സ്റ്റേജ് ഒരു പ്രശ്നമാവാൻ സാധ്യതയില്ല. സോ മൊറോക്കോ കഴിഞ്ഞ് സ്കോട്ട്ലൻഡ്, നമ്മുടെ റോബർട്ട്സന്റെ സ്കോട്ട്ലൻഡ്, അതോടൊപ്പം നമ്മുടെ സെറിയ സ്റ്റാർ മെക്ടോമിനയുടെ സ്കോട്ട്ലൻഡ് ആണ്. അപ്പോ സ്കോട്ട്ലൻഡിന്റെ കൂടെ യു നെവർ നോ, ബട്ട് ഐ തിങ്ക് ബ്രസീൽ ഹാസ് ഇനഫ് ക്വാളിറ്റി. അത് എങ്ങനെ ബ്രസീൽ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. ഹൈറ്റി വിൽ ബി എ ബിഗ് സ്കോറിംഗ് ഗെയിം. നമുക്കറിയാം വേൾഡ് കപ്പിൽ ബ്രസീലിന് ഒരു ഗോൾ അടിക്കാനുള്ള ഇന്നലെ പനാമനോട് അടിച്ച സംഭവം സുദീപ് പറഞ്ഞ പോലെ ആവാൻ സാധ്യതയില്ല. കാരണം ഫസ്റ്റ് മാച്ച് മൊറോക്കോയുടെ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഹൈറ്റിയുടെ കൂടെ എഗെയിൻ അവർ സ്ട്രോങ് ടീമിനെ ഇറക്കും. അതിന് സ്കോട്ട്ലൻഡ് കൂടെ വലിയൊരു എഗെയിൻ സ്ട്രോങ് ടീം ഇറക്കി കഴിഞ്ഞാൽ ഇഞ്ചറി ആവാൻ സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡ് ചവിട്ടും കുത്തി കളിക്കുന്ന ടീമാണ്. മെഗിനൊക്കെ ഉണ്ട്, എല്ലാ ചവിട്ടും അവിടെ കാണാൻ പറ്റും. സോ ഈ പ്ലേയേഴ്സ് ഇഞ്ചറി ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഹൈറ്റിയുടെ കൂടെ നല്ലൊരു ഗോൾ ഡിഫറൻസിൽ ജയിച്ചു കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് അത് സ്കോട്ട്ലൻഡ് കൂടെ ഒരു ഡ്രോ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കളിക്കുന്ന പോലെ കളിയായിരിക്കും മോസ്റ്റ്ലി. നല്ലൊരു നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ സ്കോട്ട്ലൻഡ്, മൊറോക്കോ, ബ്രസീൽ എന്ന് പറയുമ്പോൾ ഒരു ടഫ് ചാലഞ്ച് ആണ് ഗ്രൂപ്പ് സ്റ്റേജിൽ. ഈസി ഒന്നും പറയാൻ പറ്റില്ല. വേൾഡ് കപ്പിൽ ആൾക്കാർ അവരവരുടെ രാജ്യത്തിന് വേണ്ടി എങ്ങനെ കളിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഫയർ പോയിന്റ്. പക്ഷെ എല്ലാ ഗ്രൂപ്പിലും വളരെ വീക്കായ ഒരു ടീമുണ്ട്. 48 പേരും അല്ല, ഈ എല്ലാ ഗ്രൂപ്പിലും ഒരു ടീമുണ്ട് എല്ലാ ചെണ്ടകൾ എന്ന് പറയാൻ പറ്റുന്നത്. ഹൈറ്റി ആയാലും കാനഡ ആയാലും എന്താ പറയാ കർക്കാവോ, കൊറേ ആ സാധനങ്ങളൊക്കെ. സോ ഹൈറ്റിന് എന്താ പറയാ എല്ലാം കൂടി ഞാൻ ഏറ്റവും കുറവ് ഗോൾ വാങ്ങുന്ന ഏത് കളിയാണോ അതെന്റെ വിജയം എന്ന് പറഞ്ഞിറങ്ങുന്ന ടീമുകളായിരിക്കും അതൊക്കെ. ബ്രസീലിനെ സംബന്ധിച്ചോളം രണ്ടാമത്തെ കളി ആയതുകൊണ്ട് ആദ്യത്തെ കളി എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കുക, രണ്ടാമത്തെ കളി ഒരു 5, 6, 7 അടിക്കുക, ഗോൾ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കളി നമുക്ക് പീസ്ഫുള്ളി ഡ്രോ ആയാൽ മതി. അപ്പം അതിനായിരിക്കും അവരും ശ്രമിക്കുക. അപ്പൊ നമ്മള് ഓവറോൾ ഇപ്പൊ ഗണേഷ് പറഞ്ഞ പോലെ നമ്മള് എല്ലാം പോസിറ്റീവ്സും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ്. ബ്രസീൽ ഫേവറേറ്റ്സ് തന്നെയാണ് എന്ന രീതിയിൽ പോകുന്നത്. എന്തായിരിക്കും വീക്ക്നെസ്? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ് ആൻഡ് വി കാൻ റാപ്പ്. എന്താണ് ബ്രസീലിന് വിനയായി വരാനുള്ള റീസൺസ്? വിനയായി വിനി വരുമോ? വിനയായി വിനി വന്നിട്ടില്ലെങ്കിലും അവരുടെ മേജർ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് തിങ് അവരെ നമ്മളിപ്പോ എത്രയോ നേരം പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ പോലും ഈ ഒരു പീക്ക് സമ്മറിൽ അവരെ ബോഡിക്ക് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതിനനുസരിച്ച് അവർ കളിക്കാൻ ശ്രമിക്കുമായിരിക്കും എത്രത്തോളം. പക്ഷെ ഈ വാട്ടർ ബ്രേക്സ് ഒക്കെ ഉണ്ട്, ഓരോ ഹാഫിന്റെ നടുവിൽ 2 ഹാഫിനും ഓരോ വാട്ടർ ബ്രേക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ബ്രേക്ക് അവർക്ക് ഇപ്പൊ ഒരു 60 മിനിറ്റ്സ് വരെ എത്തിയിട്ട് ഗെയിം 60 മിനിറ്റ്സ് വരെ പോയി അവരൊരു 0-0 ഇല്ലെങ്കിൽ 0-1 ആണെന്നുണ്ടെങ്കിൽ എത്ര സബിന് ഇറക്കേണ്ടി വരും ഇവരുടെ ഫെറ്റീഗ് മാറ്റാൻ? എനർജി കൊടുക്കുക എന്നുള്ളത് പോട്ടെ, ഫെറ്റീഗ് മാറ്റാൻ വേണ്ടിയിട്ട് കുറെ പ്ലേയേഴ്സിനെ മാറ്റേണ്ടി വരുമോ എന്നുള്ളത്. കാരണം ത്രൂ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28, 27, 29 ഇല്ലെങ്കിൽ 30+, റൈറ്റ്? 27 ആൻഡ് ബിലോ എന്ന് പറയാൻ സ്റ്റാർട്ടിംഗ് ലെവലില് 27 ഓർ ബിലോ എന്ന് പറയാനുള്ളത് റൈറ്റ് ബാക്ക് ഉണ്ട്, വിനി ഉണ്ട്, പിന്നെ ആരുള്ളത്? മത്തിയാസ് കുനിയ പ്രോബബ്ലി, റൈറ്റ്? ആകെ 11-ൽ ആകെ 3 പ്ലെയറിന് മാത്രമേ ഈ 27 ഓർ ബിലോ, അതായത് ഈ പീക്ക് ഏജ് എന്ന് പറയുന്നത് ആകെ 3 പ്ലേയേഴ്സേ ഉണ്ടാവും. ബാക്കി എല്ലാവർക്കും വയസ്സുണ്ട്. സോ ഈ
മാക്സിമം 5 മാറ്റാൻ പറ്റൂ, 8 മാറ്റാൻ പറ്റില്ല ഇവർക്ക്. സോ ആ ഒരു ഇഷ്യൂ അവർക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ബാക്കി കളിക്കുന്ന പല ടീമുകളിലും ദർ ഇസ് എ ഹ്യൂജ് ലോട്ട് ഓഫ് യൂത്ത് പ്ലേയേഴ്സ്. അവർക്ക് പ്രോബബ്ലി ദി ക്യാൻ ഔട്ട് റൺ. ഈ ഔട്ട് റൺ ചെയ്യുമ്പം എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് തടയാനുള്ള എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഈ പ്രോബ്ലംസ് ബ്രസീലിന് നോക്കൌട്ട് സ്റ്റേജിലായിരിക്കും കൂടുതൽ റിസ്ക് വരിക, എസ്പെഷ്യലി എക്സ്ട്രാ ടൈം ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സുദീപ്, ആരായിരിക്കും ബ്രസീലിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ആ ഒരു പാറ്റേൺ എങ്ങനെയാ വരുന്നത്? ഗ്രൂപ്പ് സ്റ്റേജ് ഞാൻ പറഞ്ഞു എല്ലാ മാച്ചും ജയിക്കാൻ വളരെ ഈസിയാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ ബ്രസീലിന് നല്ല ചലഞ്ചിങ് ആയിരിക്കും. അതില് ഏറ്റവും ബ്രസീൽ ഇപ്പോൾ ഗ്രൂപ്പില് ഫസ്റ്റ് ആയി ആയിരിക്കുക. ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ നോർവേ, ഇവരായിട്ടായിരിക്കും. പിന്നെ ആ ഗ്രൂപ്പിലുള്ളത് നെതർലൻഡ്സ് ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആവും എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. ആ ഗ്രൂപ്പിൽ സെക്കൻഡ് വരാൻ ചാൻസ് ഉള്ളത് ജപ്പാൻ അല്ലെങ്കിൽ നോർവേ ഹാലൻഡിന്റെ ടീമാണ്. ജപ്പാൻ ആണെങ്കിൽ കിഡിലൻ ടീമാണ്. അവര് ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ഇപ്പോൾ. കാരണം അവരുടെ ആ പ്ലേയിങ് സ്റ്റൈല്, ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സ്, പാസിംഗ് ആയാലും പ്രസ്സിംഗ് ആയാലും. അങ്ങനെ ഇപ്പോ ഉദാഹരണത്തിന് ബ്രസീല് ജപ്പാനാണ് മാച്ച് വരുന്നതെങ്കിൽ ബ്രസീലിന്റെ കാര്യം ചിലപ്പോൾ പരിങ്ങലായിരിക്കും. ഫസ്റ്റ് നോക്കൌട്ട് റൗണ്ടിൽ തന്നെ ബ്രസീൽ ചിലപ്പോൾ പുറത്താവാനുള്ള ചാൻസും കാണാം. അത് ഉറപ്പ് പറയാൻ പറ്റില്ല ജപ്പാന്റെ അടുത്ത് ബ്രസീലിന് ജയിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ പറഞ്ഞ ക്ലൈമറ്റിന്റെ ഒരു വശമുണ്ട്. പ്ലേയേഴ്സിന്റെ ഏജ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ളത്. ഇപ്പൊ നമുക്കറിയാം കാസിമിറോ യുണൈറ്റഡില് നമ്മൾ കളിക്കണ കാണുമ്പോൾ പ്രസ് ചെയ്യണ സമയത്തൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നോർവേ ഓഫ് കോഴ്സ് നോർവേ ഉണ്ട്. നോർവേയും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. നോർവേ ആയിട്ടും കളി വരാം. അതല്ല ഇനി ബ്രസീല് സെക്കൻഡ് ആണ് ഫിനിഷ് ചെയ്യണമെങ്കിൽ മിക്കവാറും നെതർലൻഡ്സ് ആയിട്ടാണ് എനിക്ക് കളി വരാൻ പോകുക. അതൊരു ഫൈനലിലൊക്കെ വരേണ്ട കളിയാണ് ശരിക്കും. ബ്രസീൽ നെതർലൻഡ്സ് അത് ഫസ്റ്റ് നോക്കൌട്ട് റൗണ്ടിൽ ആ കളിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലും ബ്രസീല് പരിങ്ങലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ എന്തായാലും അങ്ങനെ വരില്ല എന്ന് വിചാരിക്കാം. ബ്രസീല് എന്തായാലും ആരെ മീറ്റ് ചെയ്താലും സെക്കൻഡ് റൗണ്ടിൽ നോക്കൌട്ട് റൗണ്ടിൽ അവര് നല്ല ടഫ് ആയിരിക്കും അവരുടെ. ബ്രസീലിനെ കുറിച്ച് പിന്നെ ആഡ് ചെയ്യാൻ യങ് പ്ലേയേഴ്സ് ഇല്ലാന്നൊന്നും പറയണ്ടേ. യങ് പ്ലേയേഴ്സ് ഉണ്ട്. എൻട്രിക് ഒക്കെ നല്ല കിടിലൻ ഫോർവേഡാ. റയൽ മാഡ്രിഡിൽ വന്നത് സ്റ്റാർട്ടിംഗ് 11 they have less of young players. എല്ലാം സീനിയേഴ്സ്. ഓപ്ഷൻസ് ആയിട്ട് യങ് പ്ലേയേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. അതന്നെ ശരിയാ. ഓക്കെ, ആൻസലോട്ടി ട്രെൻഡ് വെച്ചിട്ട് പ്രോബബ്ലി എല്ലാ വയസ്സന്മാരും കളിക്കും, സ്റ്റാർട്ട് ചെയ്യും അറ്റ്ലീസ്റ്റ്. ഐ തിങ്ക് നമ്മൾ തുടങ്ങിയതിൽ നിന്ന് തന്നെ അവസാനിക്കും തോന്നുന്നു. ഐ തിങ്ക് ദിസ് വേൾഡ് കപ്പ് പ്ലേയിങ് വൈസ് വിനിയും റഫീനിക്ക് ആണെങ്കിലും ഐ തിങ്ക് ദിസ് വേൾഡ് കപ്പ് ഇസ് മോർ അബൌട്ട് ആൻസലോട്ടീസ്. കാരണം എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ് അവര് നെക്സ്റ്റ് വേൾഡ് കപ്പിലേക്ക് വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻസലോട്ടി ഈസ് സ്റ്റേയിങ് വിത്ത് ബ്രസീൽ 2030. സോ വാട്ട് എവർ ദേ ആർ സീയിങ്, അവരെന്താണ് കാണുന്നത്, ദേ ആർ വെരി ഹാപ്പി വിത്ത് വാട്ട് ഇറ്റ് ഇസ്. സോ as a conclusion, എൻ്റെ ഒരു what I feel is Brazil will be effective. Brazil are definitely one of the favorites as usual. ഒരുപാട് നാളത്തെ എന്താ പറയാ പ്രശ്നങ്ങള് ബ്രസീലിന് 24 വർഷമായി അല്ലെ വേൾഡ് കപ്പ് ജയിച്ചിട്ട്. അപ്പൊ അതിന്റെ വേദനകളെല്ലാം മറക്കാൻ സാധ്യതയുണ്ട് ബിക്കോസ് ആൻസലോട്ടി ഈസ് എ വിന്നർ. സോ എങ്ങനെയാണ് ഈ ഈഗോസിനെയും ഈ പ്ലെയേഴ്സിനെയും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണിത്. പക്ഷെ സുദീപ് പറഞ്ഞോട് വിയോജിച്ചുകൊണ്ട്, അതായത് ഒരു സാമ്പ സ്റ്റൈൽ ഫുട്ബോളോ അല്ലെങ്കിൽ ഒരു വാവ് ഫുട്ബോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇറ്റ് വിൽ ബി എഫക്റ്റീവ്. അല്ല, അപ്രോച്ചിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇറ്റ് വിൽ ബി ഡിഫെൻസീവ് ആവില്ല. പക്ഷെ നമ്മള് ബ്രസീലിയൻ ഫ്ലാൻ ഹെയ്റ്റിയോട് കണ്ടാലായി, അല്ലാണ്ട് എനിക്ക് അത് എക്സ്പെക്ടേഷൻ ഇല്ല. എന്താണ് ഗണേശന്റെ ക്ലോസിംഗ്? ഈ പറഞ്ഞ പോലെ ആൻസലോട്ടി ആണ് ലൈക്ക് വൺ ഗെയിം അറ്റ് എ ടൈം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗെയിം കളിക്കുക ജയിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് മൂപ്പര് കൊണ്ടുപോവുക. അപ്പോ അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോ നല്ലൊരു ഗെയിം ആയിരിക്കും ഗ്രൂപ്പ് സ്റ്റേജസിൽ കാഴ്ചവെക്കുക. നോക്കൌട്ടിൽ വരുമ്പോ നമുക്കറിയില്ല. കാരണം ഗ്രൂപ്പ് എഫിലുള്ള ടീമുമായിട്ടാണ് കളി വരുന്നത്. ഏതൊരു സ്വീഡൻ പഴയ ഫോമില്ല, നെതർലൻഡ്സും ജപ്പാനാണ് സാധ്യത. അതാണ്. അപ്പോ അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ വരുമ്പോ
ക്വാർട്ടർ ഫൈനൽ ഒരു ടഫായിരിക്കും, ഒരു ഉറപ്പായിട്ടും ടഫായിരിക്കും. അപ്പോഴാണ് ബ്രസീലിന്റെ കളി കാണേണ്ടത്. ഞാൻ അതിനാണ് എക്സൈറ്റ്മെന്റ് പറഞ്ഞത്. എനിക്ക് ക്വാർട്ടർ ഫൈനലിൽ അപ്പുറത്ത് ഞാൻ കടന്നു പോകുന്നു പറഞ്ഞില്ല, പോകില്ല എന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. ഈ വരുന്ന ഏജ് ഫാക്ടർ, ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്ന ടീമിന്റെ കൂടെ ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു വേണം നോക്കാൻ. ആ ഒരു സ്ലോ പേസ്ഡ് ബിൽഡപ്പ് ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, ലൈക്ക് ആൻസലോട്ടി ഉള്ളത് കൊണ്ട്. മുമ്പത്തെ പോലെ ആ ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ ഫാസ്റ്റ് പേസ് ഫുട്ബോൾ എന്തായാലും കളിക്കാൻ സാധ്യതയില്ല. സോ ഒരു കൺട്രോൾഡ് ഗെയിം കളിക്കാനാണ് നോക്കൌട്ട് റൗണ്ടിലൊക്കെ സാധ്യത. സോ ഈ പറയുന്ന പോലെ ഏജ്ഡ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സിന് ആ സമയത്ത് ഇറക്കി കഴിഞ്ഞാൽ ഈ പേസി വിങ്ങേഴ്സ് ആയിട്ട് അവർ കോപ്പപ്പ് ചെയ്യോ എന്ന് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോ ഈ എന്താ പറയാ ചാലഞ്ച് എന്ന് വരുന്നത് നോക്കൌട്ട് സ്റ്റേജിന്റെ ആദ്യത്തെ റൗണ്ടിലായിരുന്നു. അത് കഴിഞ്ഞാലും പിന്നെ ജർമ്മനി, ഫ്രാൻസും ഇവരൊക്കെ കിട്ടും. ബട്ട് അഗൈൻ ഇഫ് യു ഹാവ് ടു ബീറ്റ് ദ ബെസ്റ്റ് ടു ബി വേൾഡ് ചാമ്പ്യൻ. സോ അതില് അതെ അല്ല, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ എല്ലാരും എല്ലാ ട്രെൻഡിങ്ങിലും കുറെ ആൾക്കാർ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു, കുറെ 22 ശേഷം ബാർസലോണ കപ്പടിക്കുന്നു. അപ്പൊ നീ പറയുന്ന പോലെ ആ ഒരു 24 വർഷത്തിന് ശേഷം ബ്രസീലിന് കപ്പടിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ തോന്നാൻ പറ്റും. പക്ഷെ ഞാൻ അർജന്റീന ഫാൻ ആയതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല എന്ന് മാത്രം. മൊത്തത്തിലൊരു നമ്മൾ എന്താ പറയാ ഗാരി സൗത്ത് ഗേറ്റിന്റെ അടുത്ത് നിന്ന് കണ്ട ഇംഗ്ലണ്ട് എന്നൊന്നും പറയുന്നില്ലെങ്കിലും കുറച്ചുകൂടെ ഒരു കൺസർവേറ്റീവ് ഒരു 1-0 ലീഡ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യുക, ഫുൾ ഓൺ ബസ് പാർക്കിങ്ങിലേക്ക് പോവാണ്ട് പക്ഷെ മിഡ്ഫീൽഡിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്ത് സീ ഔട്ട് ചെയ്യണം. അവർക്കുള്ള അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കസമിറോ ആയാലും ബ്രൂണോ ആയാലും ദേ വുഡ് നോ ഓക്കെ കളി സ്ലോ ചെയ്യാനുള്ള സമയമായി, എല്ലാം കൊണ്ട് തണുപ്പിക്കുക, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക, ആ ഒരു മോഡിലേക്ക് അവർ പോകും. ഇൻ ഗെയിം തന്നെ പല കളികളിലും അവർ ആ ഒരു എന്താ പറയാ ഫെറ്റീഗ് മാനേജ് ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് അത് അവർ ഇൻ ഗെയിം തന്നെ ചെയ്ത് മെല്ലെ സീ ഔട്ട് ചെയ്യാം എല്ലാ കളിയും. സാമ്പ സ്റ്റൈലോ അല്ലെങ്കിൽ ഫാൻസി സ്റ്റൈലോ കളിച്ചിട്ട് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ലെറ്റ്സ് സ്കോർ ചെയ്യാനുള്ള പ്ലേയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. 1-2 അടിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് വി സീ ഔട്ട് വിത്തൗട്ട് ബീങ് ബോറിംഗ്. ആ ഒരു എൻറ്റയർ എന്താ പറയുക ബസ് പാർക്ക് ചെയ്ത് ബോറിംഗ് മോഡിലേക്കൊന്നും ആൻസലോട്ടി പോകാൻ ചാൻസ് ഇല്ല. ഈവൻ ബ്രസീൽ പ്ലേയേഴ്സിനും അതിനുള്ള താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അത് റിസ്ക് എടുക്കാണ്ട് കളിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും. അഗൈൻ 24 വർഷത്തിന് ശേഷം ഒരു കപ്പ് അടിക്കണം എന്നുള്ളതും നെയ്മറിന് ഒരു കപ്പ് എന്നുള്ളതും എല്ലാം കൊണ്ടും ആ ഒരു ഫേസിലേക്ക് അവർ മാറും. എന്തിനിപ്പോ കഷ്ടപ്പെട്ട് റിസ്ക് എടുക്കുന്നത്, ആ ഒരു മോഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അവര്. യെസ്, എനിക്ക് ഫീൽ ചെയ്യണത് നിങ്ങള് സാമ്പാതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എന്റെ കണക്കൂട്ടലിൽ ആൻസലോട്ടി അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കും. അവരുടെ ട്രാൻസിഷനൊക്കെ കാണാൻ നല്ല രസമായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് റൈറ്റ് സൈഡിൽ കൂടെയുള്ള അറ്റാക്സ് നല്ല കൂടുതലായിരിക്കും. റൈറ്റ് സൈഡില് ഞാൻ പറഞ്ഞു ഫ്രാങ്ക, അതുപോലെ റഫീനിയ, അതുപോലെ ആ സമയത്ത് വിനീഷ്യസിനെ അകത്തേക്ക് കയറാം. അപ്പോ ഇവര് തമ്മിലുള്ള എക്സ്ചേഞ്ചസ് ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും. നെയ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ബ്രസീലിയൻ ഫാൻസും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവുന്നതാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ജസ്റ്റ് കറക്റ്റ് ചെയ്യാൻ നേരത്തെ നോർവേ എന്ന് പറഞ്ഞു, നോർവേ അല്ല സ്വീഡൻ ആയിട്ടാണ് സാധ്യതയുള്ളത്. അത് ഇപ്പൊ ഇവര് കറക്റ്റ് ചെയ്തു. എനിവേ ഞാൻ വെയിറ്റ് ചെയ്യണം. എനിക്ക് വേറെ ടീമൊന്നും സപ്പോർട്ട് ചെയ്യാനില്ല. അത് കാരണം ബ്രസീലിന്റെ എല്ലാ മാച്ചും ഞാനിരുന്ന് കാണും. എല്ലാവരും നിങ്ങളുടെ ഒപ്പം തന്നെ ബ്രസീലിന്റെ മാച്ചിന്റെ സമയത്ത് ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടാവും. എനിക്ക് ഓബിൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് മെസ്സിക്ക് ഒരു കപ്പ് ആയിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ്. അപ്പോ അവിടെ നിന്ന് സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ നിന്ന് വന്ന രണ്ട് എന്താ പറയാ സ്റ്റാർസ് ആണ് ശരിക്കും പറഞ്ഞത്, നെയ്മാറും മെസ്സിയും. അതെ, അപ്പോ നെയ്മാറിന് ഒരു കപ്പ് എന്ന രീതിയിൽ ഈ വേൾഡ് കപ്പ് അവസാനിക്കുമോ എന്ന് നമുക്ക് ഗണേശൻ എന്ന് ചിരിക്കുന്നുണ്ട്. ഗണേശന്റെ എപ്പിസോഡ് വരുന്നുണ്ട്, അർജന്റീന നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് എന്താ പറയാ വേൾഡ് കപ്പിലെ എന്താ പറയാ ഒരു ഡാർക്ക് ഹോഴ്സസ് എന്ന് ബ്രസീലിനെ വിശേഷിപ്പിക്കുന്നത് തെറ്റായിരിക്കും. ദേ ആർ ഓൾവേസ് ഫേവറേറ്റ്സ്.
തുടക്കത്തിൽ ഗണേശൻ പറഞ്ഞ പോയിന്റ്, അതായത് ഇത്തവണ ബ്രസീലിന് കിഡിലം എലൈറ്റ് സ്ട്രൈക്ക് ഫോഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് മിഡ്ഫീൽഡ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് സെന്റർ ബാക്ക് പെയറിംഗ് ഉണ്ട്, യങ് ഫുൾ ബാക്സ് ഉണ്ട്, ഗോൾ കീപ്പർ എന്താ പറയാ ഗോൾ കീപ്പറായി ക്രൈസ്റ്റിനെ പോലുള്ള ഒരു ഗോൾ കീപ്പർ ഉണ്ട്. ബ്രസീലിന്റെ ഫാൻസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 2 മേടിച്ചാലും 5 അടിക്കാനുള്ള കഴിവുണ്ട്. അതിൽ നിർത്താം. അതന്നെ, 2 മേടിച്ചാലും 5 അങ്ങനെ ആവട്ടെ. നമുക്ക് ഈ യൂറോപ്യൻ ഫുട്ബോളിന്റെ പ്രാഗ്മാറ്റിസവും ഒരുമാതിരി എന്താ ഡിഫെൻസീവ് അപ്രോച്ചും നമ്മൾ കണ്ടു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലൊക്കെ. അതൊന്നും അല്ലാണ്ട് ലെറ്റ് ഫുട്ബോൾ, ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ഫുട്ബോൾ. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ രീതിയിൽ തന്നെ ഈ വേൾഡ് കപ്പ് ബ്രസീൽ എസ്പെഷ്യലി കളിക്കട്ടെ. വി വിൽ ബി ബാക്ക് വിത്ത് അനദർ ഫേവറേറ്റ് വെരി സൂൺ. വെരി സൂൺ അല്ല, നാളെ തന്നെ വരും. See you all.